സത്യം പറഞ്ഞാൽ മാണിസാർ മാത്രമല്ല കേട്ടോ, എല്ലാ രാഷ്ട്രീയ നേതാക്കളും ദീനാനുകമ്പയുള്ളവരും ദയാലുക്കളുമാണ്. കണ്ടാൽ കാരിരുമ്പ് പോലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെയും ഉള്ളു നിർമ്മലമാണ്. ഈ കോടിയേരി സഖാവ് ഇപ്പോൾ സന്ദർശിച്ചതും ആശ്വസിപ്പിച്ചതും ഒരു CPM-കാരനെയോ DYFI-കാരനെയോ അല്ല കേട്ടോ, RSS-കാരനെയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ RSS എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ എന്നൊരു വ്യക്തമായ ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ ആസ്പത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷ്ണു എന്ന യുവാവ്. അദ്ദേഹത്തെ 38 ദിവസമാണ് RSS-ൻ്റെ തടങ്കൽ പാളയത്തിൽ കൊണ്ടുപോയി മൃഗീയമായ മർദ്ദനം. 68 മണിക്കൂർ നേരമാണ് അദ്ദേഹത്തെ ഉറങ്ങാതെ പീഡിപ്പിച്ചത് എന്നുള്ള കാര്യം വിഷ്ണു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് കാരണം RSS-കാർക്ക് വിഷ്ണു അനഭിമതനായി. അദ്ദേഹത്തിൽ അവർക്ക് സംശയം തുടങ്ങി. RSS-ൻ്റെ ചില വിവരങ്ങൾ ഇദ്ദേഹം ഒറ്റുകൊടുക്കുന്നു എന്ന് സംശയിച്ച് അയാളെ പിടിച്ചുകൊണ്ടുപോയി അയാളിൽ നിന്ന്, വിഷ്ണുവിൽ നിന്ന് അവരൊരു കുറിപ്പ് എഴുതി വാങ്ങി. അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ആ കുറിപ്പിനകത്ത് പറയുന്നത് കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ്റെ ഭീഷണി കാരണം രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നൊരു കുറിപ്പ് എഴുതി വാങ്ങിയിരിക്കുക. അതിനുദ്ദേശം ഈ വിഷ്ണുവിനെ അവർ കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. കൊലപ്പെടുത്തി എവിടെയെങ്കിലും തള്ളി ഈ സംഭവം CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ്റെ മേലെ കെട്ടിവെച്ച് അങ്ങനെ ഒരു RSS-കാരനെ കൊന്നിട്ടാണെങ്കിൽ പോലും P. ജയരാജനെ കൊലക്കേസിൽ പ്രതിയാക്കാൻ RSS-കാർ ശ്രമിക്കുന്നു എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അത് പ്രശ്നത്തിൻ്റെ ഒരു വശം. മറുവശം ഇതാണ്. ഈ മലമ്പുഴയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നിയോജക മണ്ഡലത്തിൽ ഈ 7 മാസത്തിനിടയിൽ അനുദിനം ഈ അക്രമങ്ങൾ ശക്തിപ്പെട്ടിട്ടും ഇവിടുത്തെ MLA ആയിട്ടുള്ള VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഈ സംഭവസ്ഥലം ഒന്ന് സന്ദർശിക്കാൻ പോലും ഉള്ള സാമാന്യ മര്യാദ കാട്ടത് ഖേദകരമാണ്. ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ബാലനുണ്ട്. അദ്ദേഹത്തിനും ഇവിടെ ഈ വീടുകൾ ഒന്ന് സന്ദർശിക്കാമായിരുന്നു. ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന ചില നിഗമനങ്ങളുണ്ട്. ഇത് ഒരു ഔദ്യോഗിക രംഗത്തിരിക്കുന്ന ആളുകൾ, ഭരണരംഗത്തിരിക്കുന്ന ആളുകൾ കൂടി അറിഞ്ഞും മനസ്സിലാക്കിയും പിന്തുണ നൽകിയും നടത്തുന്ന ഒരു ഔദ്യോഗിക അക്രമമാണ്. പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളൊരു പ്രദേശത്ത് കുറച്ചാളുകൾ വന്ന് അക്രമം സംഘടിപ്പിച്ച് CPM-നെ പ്രകോപിപ്പിക്കുക, അതിനുവേണ്ടി ചെയ്ത ഒരു നടപടിയാണ്. മറ്റ് പല സ്ഥലങ്ങളിലും അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചില രാഷ്ട്രീയ നേതാക്കളെങ്കിലും വരാറുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ട് അവരൊക്കെ രംഗത്ത് വരുന്നത് നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഈ അക്രമ സംഭവങ്ങളെല്ലാം കാണുന്ന സന്ദർഭത്തിൽ വളരെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ അത് സർക്കാരിൻ്റെ തന്നെ പിന്തുണയോടുകൂടി നടത്തുന്നതാണ്. ഇപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടി സ്ഥലങ്ങൾ, പൊതുയോഗങ്ങൾ അലങ്കോലപ്പെടുത്തും, അത് സ്വൈര്യമായി നടത്താൻ അനുവദിക്കില്ല എന്നതിനൊരു പ്രഖ്യാപനമാണ് പരിപാടി സ്ഥലത്ത് ബോംബെറിഞ്ഞുകൊണ്ട് പ്രകടിപ്പിച്ചിരിക്കുന്ന സമീപനം. ഇതൊരു ഫാസിസ്റ്റ് രീതിയിലുള്ള RSS-ൻ്റെ പ്രവർത്തന ശൈലിയാണ്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ച സ്ഥലത്തു നിന്ന് എത്രയോ അകലെയാണ് ഒരു ബോംബ് സ്ഫോടനമുണ്ടായത്. പോലീസ് ആ സംഭവ സ്ഥലത്തുണ്ട്. ഒരു ബോംബ് സ്ഫോടനം സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം, കേസെടുക്കണം, നടപടി സ്വീകരിക്കണം. അതിലൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായി
എന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകരുടെ നേരെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ജില്ലയിലുടനീളം അക്രമം കെട്ടഴിച്ചു വിടുന്നു. പിന്നീട് അവർ ചെയ്തത് ഒരു ബൈക്കിൽ കുറച്ച് ആളുകൾ വന്ന് ഈ പൊതിയോ നടന്ന സ്ഥലം ആ റോഡിൽ മുഴുവൻ കരിയോയിൽ ഒഴിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇന്ന് രാവിലെ ജിജേഷ് സ്മാരക സ്തൂപത്തിന് നേരെ വികൃതമാക്കുന്ന സ്ഥിതി ഉണ്ടായി. മലമൂത്ര വിസർജനം നടത്തുക രക്തസാക്ഷി സ്തൂപത്തിന് ശേഷം നേരെ നടത്തിയിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ അത്യന്തം പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വളരെ ഗൗരവപൂർവ്വം ഇതിനെ വിലയിരുത്തി ചില ശക്തമായ നടപടികൾക്ക് മുന്നിട്ടിറങ്ങണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അധികാരത്തിൻ്റെ ഹുങ്ക് പ്രയോഗിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ഭരണഘടനാദത്തമായ മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും പരിരക്ഷിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനുള്ളതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും. ഈ കുമ്മേട്ടൻ ഇങ്ങനെ തത്വം പറഞ്ഞിരിക്കുകയല്ലാതെ വിമോചന സമരം തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് പൊളിമിക്സ് ഇതാ ഇറങ്ങിപ്പോവുകയാണ് ഒരിടവേളയിലേക്ക്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഒരു പ്രശ്നത്തിൻ്റെ സ്വഭാവം പഠിക്കാനുണ്ട്.